അങ്ങനെ അതിന്റെ മെയിൻ ആളൊക്കെ ആരാ ഓർഗനൈസ് ചെയ്തത്? അതിന്റെ ഖജാൻജി, സെക്രട്ടറി, ട്രഷററൊക്കെ ആരാ? ഇയാളൊരു വിഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, വലിയ വിഗ്ഗാ. ഈ കുളിക്കുന്ന സമയത്ത് പുള്ളിയുടെ റൂമിൽ പോയിട്ട് പൈസ തരാത്തതിന്റെ പേരില് ആ വിഗ് ഒരു കവറിലിട്ടോണ്ട് വന്നു അടിച്ച് വിറ്റായിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, മറ്റേ സാധനമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അടിക്കുക. കൊടുക്കൂല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അപ്പൊ മനസ്സിൽ ഫുള്ള് പ്രഭാസ് ആണെന്നുള്ളൊരു ചാവിട്ടി തുറന്ന്, ശിവകാമി നീ ചെയ്തത് തവര്. ഈ 150 ആൾക്കാരെടുത്ത് വാടാന്ന് പറയാ. വാടാന്ന് വിളിച്ചതും അവര് വന്നു. വിളിച്ച് അപ്പൊ ഞാനല്ലേ സംസാരിക്കണം. എന്റെ കുഴപ്പം ഇത്രേ ഉള്ളൂ. അതായത് വെറുതെ കുറച്ചു ദിവസം മുന്നേ വരെ അളിയൻ പാതിരാത്രിക്ക് വിളിക്കും. രാത്രി വിളിക്കുന്ന സമയം അദ്ദേഹം വിളിക്കും, അളിയന് വേണ്ട മോട്ടിവേഷനാണ്. എന്റെ കയ്യിൽ ഒരുപാടുള്ളത് അത് ആവശ്യത്തിന് ഞാൻ അരമണിക്കൂർ മോട്ടിവേഷൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. ധോണി കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇറങ്ങട്ടെ. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നു, നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഗവൺമെന്റ് ഉണ്ട്. ധ്യാൻ ശ്രീനിവാസനും കുറച്ച് കൂട്ടുകാരും കഥകളും, അത് മതി ഇന്റർവ്യൂ ഹിറ്റ് ആവാൻ. പക്ഷെ പടം ഹിറ്റ് ആവാൻ എന്ത് വേണം എന്ന് ധ്യാൻ ചേട്ടനോട് തന്നെ ചോദിക്കും. ധ്യാൻ ചേട്ടൻ മൂന്നാമതായി തിരക്കഥ എഴുതുന്ന സിനിമയാണ് ആപ് കൈസേ ഹോ. ആപ് കൈസേ ഹോയുടെ ഫുൾ ടീം വിത്ത് ധ്യാൻ, ആങ്കർ ജീവ ഇപ്പൊ ആക്ടർ ജീവ, അജു വർഗീസ്, ഡോണി, ദിവ്യദർശൻ. നമസ്കാരം. നമസ്കാരം. ഏത് മൂഡ്? ഇൻട്രോ വേറെ ലെവൽ. വീണ്ടും ബാക്ക്. യെസ്. ഈ ധ്യാൻ അതിൽ നല്ല വിമർശനം ഉണ്ട് കേട്ടോ ആ ഇന്റർവ്യൂല്. അല്ല, കേൾക്കുമ്പോൾ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് തോന്നുമെങ്കിലും ആഴത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അടിച്ച് പരത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ. അപ്പൊ ഞാൻ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ദേഷ്യപ്പെടുത്തി വിട്ടേക്കാം. ഞാൻ ആ മൂഡിലല്ലോ. പക്ഷെ എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെയാണ് ഒരു അവൻ അതിന് പറഞ്ഞ വെച്ചാ ഇന്റർവ്യൂ ഹിറ്റ് ആവാൻ കുറച്ച് പിള്ളേരെയും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കുറച്ച് കഥകൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഹിറ്റാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒന്നും ഒരു ആവശ്യമില്ല. ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ അവിടെ ഇൻസൾട്ട് ചെയ്യുന്ന ഇവന്റെ തന്നെയാണ്. ഇവന്റെ ജോലി ഇതല്ലാത്ത വേറെ കുറെ ചാനലുകളുണ്ട്. അവിടെ ഇന്റർവ്യൂ ഹിറ്റ് ആവുന്നതിന്റെ കാരണം ആ ഇന്റർവ്യൂ എടുക്കുന്ന ഹോസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളുടെ ചോദ്യങ്ങൾ ആ നിനക്കാ നിലവാരം ഉണ്ടെങ്കിൽ ആ നിലവാരം നിന്റെ ഇന്റർവ്യൂവിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? ചോദിക്കട്ടെ. ചോദിക്കണം. അപ്പോ ഇപ്പൊ നീ ഒന്ന് ധ്യാൻ ചേട്ടൻ ഒന്ന് അടുത്ത 1-0 അവൻ അറിഞ്ഞു. മലയാളത്തിന്റെ മഹാ എഴുത്തുകാരനും സംവിധായകനും മഹാ അലമ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മഹാകവി കേട്ടിട്ടുണ്ട്, മഹാ എഴുത്തുകാരൻ പ്രഗത്ഭനായ തിരക്കഥാകൃത്തും ഏറ്റവും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളുടെ സംവിധായകനുമായ ശ്രീനിവാസൻ. അദ്ദേഹം വിനീത് ശ്രീനിവാസന് കൊടുത്ത ഒരു ഉപദേശമുണ്ട് സ്ക്രീൻ പ്ലേയുമായി സംബന്ധിച്ച്. 15 നല്ല സീനുകൾ, നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ നല്ലൊരു പടം നിനക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു തിരക്കഥ അങ്ങനെ ഉണ്ടാവുന്നത്. ധ്യാൻ ചേട്ടൻ അങ്ങനെ കിട്ടിയ ഒരു ഉപദേശം, അല്ലെങ്കിൽ ധ്യാൻ ചേട്ടൻ മനസ്സിലാക്കിയ ഒരു സ്ക്രീൻ പ്ലേ ഹാക്ക് എന്താ? ഇതിപ്പോ മത്സരമല്ലല്ലോ, ചോദ്യമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിന്റെ തൊഴിൽ നീ മറക്കും. എന്നോട് മത്സരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതും. എന്നാ എന്റെ സാധനം ഉണ്ട് അവിടെ നിൽക്കി ഞാനിത് പറയുന്നത് കേക്ക്. അല്ല ശരിക്കും സ്ക്രീൻ പ്ലേ ഹാക്ക് എന്താ? അങ്ങനെ ഒരു ഹാക്ക് എനിക്കറിയെങ്കിൽ ഓക്കെ. അതിപ്പോ അറിയാവുന്ന ബേസിക് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയണ്ട, ആവശ്യമില്ല. നല്ലത് പറയാനല്ലോ. അല്ല അത് ഉത്തരം പറഞ്ഞില്ല. തുടങ്ങുന്നോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് അടുത്തിരിക്കണമെന്നുണ്ടോ? ഇടയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അവനെന്താ അടുത്തിരിക്കട്ടെ എന്ന് പറഞ്ഞതറിയോ? കുറച്ച് വിവാദപരമായ കാര്യം ഞാൻ പറയുമ്പം ആ 2 ഷോട്ടിൽ അവന് വരണ്ട.
അത് സെപ്പറേറ്റ് ഗ്ലോസ് വെച്ചാൽ മതി. ബാൻ ചെയ്ത് പോലും വരണ്ട. അല്ല, നാളെ കുറിപ്പ് വരുമ്പോ പറയും അജു വർഗീസ് പറയുന്നത് പിന്താങ്ങി ആങ്കറും ആക്ടറുമായ ജീവ. സൈഡിൽ ഇരുന്നിട്ട് എങ്ങനെയാ സൈഡിൽ ഇരുന്നിട്ട് നിനക്ക് ഞാൻ പടം ചെയ്തത് അത്ര ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. ശരി. അത് എന്താ അജു പ്രശ്നം എന്ന് വർഗീസ് വെച്ചാ പറയുന്ന വിവാദ പ്രസ്താവനകളോട് ചുവട് വെച്ച് പിന്താങ്ങി ആക്ടർ ജീവ. ഇവിടെ ഇനി നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി. അത് ഇപ്പൊ എന്താ പ്രശ്നം അറിയാമോ? ഞാൻ കഴിഞ്ഞ ഇതുപോലൊരു ഇന്റർവ്യൂവിന് ഇരുന്നപ്പോ ഞാൻ അടുത്തിങ്ങനെ ഇരിക്കുക. അപ്പൊ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ്. അപ്പൊ എനിക്ക് അതിന് എതിരെ അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഇങ്ങനെ അടുത്തിരുന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അപ്പൊ അടുത്തത് പറയാൻ പോകുമ്പോ ഞാൻ അപ്പൊ ഞാൻ പിന്താങ്ങി പോയി പല ഘട്ടങ്ങളിലും. അത് അബദ്ധം എനിക്ക് ഇതിൽ പറ്റൂല. ദിവ്യ ഇവിടെ നല്ല നീ അറിയാതെ പോലും തല ഉലുക്കല്ലേ. എന്നാ നീ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഫോർഗ്രൗണ്ടിൽ നടക്കുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആള് സാധാ പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയ അയാൾ അതിൽ ഉൾപ്പെട്ടു. എന്നാൽ അയാൾ മിണ്ടാതിരിച്ച ഇയാൾക്ക് ഇത് പ്രതിഷേധിച്ചു കൂടെ, മിണ്ടരുതെന്ന് പറഞ്ഞുകൂടെ എന്ന് പറയും. ചോദിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും പെട്ടു. ഇനി നീ അങ്ങനെ ചോദിച്ചാ അല്ലാതെ വേറെ ഒന്നുമില്ല. വിഴുങ്ങിപ്പോയ ഒരു കാര്യം ഞാൻ എടുത്ത് ചോദിച്ചോട്ടെ. ഈ ബേസിൽ ജോസഫിന്റെ തിരഞ്ഞെടുപ്പുകളെ പറ്റി എന്താ? ഭയങ്കര ബ്രില്യന്റ് ചോയ്സസ്. അതെ അതെ, ബ്രില്യന്റ് ചോയ്സസിന് ഉൾപ്പെടെ മാതൃകാപരമാക്കേണ്ട ഒന്നല്ല. ഇന്ന് വളർന്നു വരുന്ന ഏതൊരു ഇത് എന്റെ അവൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ അല്ലെ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്തോ ഒരു സ്റ്റോണാ എന്തോ പറഞ്ഞു, അത് വേറെ യൂട്യൂബ് ചാനലിന്റെ പേരല്ലേ. അതുപോലെ ഞങ്ങളൊക്കെ സുഹൃത്തുക്കൾ. അവൻ നല്ല സിനിമ ചെയ്യുമ്പോൾ അത് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്ന് വെച്ചിട്ട് അതിനിപ്പോ എന്താ? അവനൊരു മോശം ചെയ്യുന്നത് നമ്മൾ പലരും സന്തോഷിക്കുന്നു. അവൻ നല്ലത് ചെയ്യുമ്പോഴും അവൻ എന്ത് ചെയ്താലും സുഹൃത്തായതുകൊണ്ട് നമ്മളെടുക്കും. ഞങ്ങളങ്ങ് സന്തോഷത്തിനോട് എടുക്കും. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ തകർച്ചയിൽ അവൻ സന്തോഷിക്കുന്നു, നമ്മുടെ വളർച്ചയിൽ അവൻ സന്തോഷിക്കുന്നു. പക്ഷെ നമുക്ക് വളർച്ച കുറച്ച് കുറവാന്നല്ലേ, തളർച്ച കൂടുതൽ. സന്തോഷമില്ലേ? സന്തോഷമില്ലേ? ഈ മറുപടിയിൽ നിനക്കത്ര സന്തോഷമില്ല. ഭയങ്കര സുഹൃത്തുക്കളാണ്. ധ്യാൻ ചേട്ടൻ്റെ ഒരു ഓറ, ധ്യാൻ ചേട്ടൻ്റെ ഒരു കരിസ്മ, ധ്യാൻ ചേട്ടൻ്റെ ഒരു നന്മ, ഇതിനെ പറ്റി നിങ്ങൾക്ക് കണ്ടിരിക്കാൻ എന്താ പറയാനുള്ളത്? അതെന്തിനാ ഇവിടെ പറയാം? എന്റെ ഓറ പറ്റി പറയാനല്ലോ. നിനക്ക് കരിസ്മ പ്ലീസ് ദിവദർശൻ 2 വാക്കുകൾ അദ്ദേഹത്തിന്റെ ഓറ. അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആള് സൂപ്പറാ. ഒബിയസ്ലി നല്ല എനർജറ്റിക് സെറ്റ് ആയിരുന്നു. ഞാൻ ഇതിപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂലൂടെ പറഞ്ഞേ ഉള്ളൂ. ഞാൻ അപ്പം പിഷാടി ചേട്ടനോട് ഞാൻ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തു. അധികം നമ്മൾ കോമ്പിനേഷൻ ഇല്ല. കോമ്പറ്റീഷൻ ആർക്കുമില്ല. അപ്പം ഒബിയസ്ലി നല്ലൊരു എനർജറ്റിക് സെറ്റ് തന്നെയായിരുന്നു അപ്കേഷയുടെ സെറ്റ്. ഭയങ്കര എല്ലാവരും ഫണ്ണായിട്ട് വർക്ക് ചെയ്തൊരു ബ്രോ എൻജോയ് ചെയ്തില്ലേ? ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരു തുടക്കക്കാരനെന്ന് എനിക്ക് നല്ല ഇവരുടെ എല്ലാം കൂടെ അഭിനയിക്കുക, ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ഫോർ മീ. സോ അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് അവരോട് ഒന്നും ചോദിക്കില്ലേ? പടത്തിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. അത് മാത്രമല്ല, ഇത് ചെയ്തേക്കുന്ന വേഷം ഇതൊന്നും അല്ല.